ഹലോ ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഒട്ടും വഴറ്റാതെ അധികം എണ്ണയൊന്നും ചേർക്കാത്ത നല്ല അടിപൊളിയായിട്ടിരുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ, തനി നാടൻ രീതിയിൽ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് മസാലകളൊക്കെ നമുക്ക് ചേർക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഏതാണ്ട് ഒരു 3/4 കിലോനോളം ചിക്കൻ വരും. മീഡിയം പീസാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. ഞാനൊരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3ആയി അരിഞ്ഞത്. ഒരു പിടി കറിവേപ്പില. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ തക്കാളി 2 അത്യാവശ്യം വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിതൊന്നും വഴറ്റി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ 2 മീഡിയം സവാളയും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ഗരം മസാലപ്പൊടി 1/2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി ഞാനിവിടെ 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാനിവിടെ 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ നമ്മൾക്കിതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കണേ. ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിൽ തന്നെ പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ കളർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഞാൻ എൻ്റെ കൈ ഒന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്കിതിൽ കൂടുതൽ മസാലകളൊന്നും തന്നെ ഇട്ടിട്ടില്ല, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. ഞാൻ അടച്ചു വെച്ചതിന് ശേഷം സ്റ്റവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനൊരു 4 മിനിറ്റോളം ഇതുപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ തുറക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നല്ല തിളച്ച് വരുമ്പോൾ ഇറങ്ങി വരും. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സവാളയൊക്കെ ഇങ്ങനെ തന്നെ എടുക്കുകയാണല്ലോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരിക്കും വഴറ്റിയെടുത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു കറി ഇരിക്കുക. നന്നായിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മസാലകളൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അതുമല്ല നമുക്കിത് അടിയിലൊന്നും പിടിക്കരുത് ആ ഒരു രീതിയിൽ. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് ഇടവിട്ട് ഇതുപോലെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ ശരിക്കും വഴറ്റിയെടുത്ത പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടുതൽ വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇത്ര മാത്രമേ വെള്ളം വേണ്ടുള്ളൂ. ഈ ചിക്കനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയിലൊക്കെ ഇതുപോലെ എടുത്ത് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഇങ്ങനെ അടച്ചു വയ്ക്കണേ. ഒരു 3 തവണയെങ്കിലും ഞാനിതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലുള്ള വെള്ളവും അതുപോലെ തന്നെ ചിക്കനിലുള്ള എണ്ണയൊക്കെ ഇതുപോലെ തന്നെ ഇറങ്ങി വന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റായി വരണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും അറിയുന്നില്ലേ, നമ്മളിത് സവാളയൊക്കെ വഴറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്ത റോസ്റ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒട്ടും സമയം പാഴാക്കാതെ നമ്മളിവിടെ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.